നമസ്കാരം. ലക്ഷദ്വീപിലെ ഈ നീലക്കടലിൽ നമുക്കൊരു സ്കൂബ ഡൈവിംഗ് നടത്താം. വരൂ. മാസ്കും കിറ്റുമെല്ലാം ധരിച്ച് ഇതാ കടലിനടിയിൽ എത്തിക്കഴിഞ്ഞു. വിവിധ നിറങ്ങളിലുള്ള പവിഴപ്പുറ്റുകളും വൈവിധ്യ ശ്രേണികളിലുള്ള മത്സ്യങ്ങളുമെല്ലാം അടങ്ങുന്ന കടലിനടിയിലെ അത്ഭുത കാഴ്ചകൾ, വിസ്മയ കാഴ്ചകൾ. ഇതാ മത്സ്യക്കൂട്ടങ്ങൾ, സ്വർണ്ണ മത്സ്യങ്ങൾ കൂട്ടത്തോടെയാണ് സ്ഫടികം പോലെ തെളിഞ്ഞ കടൽ വെള്ളത്തിൽ പവിഴപ്പുറ്റുകൾക്ക് മുകളിലായി നീന്തി തുടിക്കുന്നത്. മത്സ്യങ്ങൾക്കൊപ്പം നീന്തിക്കളിച്ചുകൊണ്ട് ഈ അത്ഭുത കാഴ്ചകൾ കാണുന്നത് അത്യപൂർവമായ അനുഭവം തന്നെയാണ്. സ്രാവുകൾക്കൊപ്പം നീന്തിയിട്ടുണ്ടെന്ന് ചിലരെല്ലാം വീമ്പ് പറയാറുണ്ടല്ലോ. ഇതാ നോക്കൂ, എന്ത് മനോഹരമായ കാഴ്ചയാണ്. അനമിനി എന്ന ഇനം സമുദ്രജീവിയാണിത്. മനോഹരമായ വെഞ്ചാമരം പോലെയോ പൂക്കുല പോലെയോ ഉള്ള ഈ സമുദ്രജീവിക്കിടയിലൂടെ മത്സ്യങ്ങൾ നീന്തി തുടിക്കുകയാണ് നിർഭയം. സ്കൂബ ഡൈവിംഗ് പരിശീലകനാണ് സഞ്ചാരിയെ സമുദ്രത്തിനടിയിലേക്ക് എല്ലാ സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും സഹിതം കൊണ്ടുപോകുന്നത്. നീന്തൽ അറിയാത്തവർക്കും സ്കൂബ ഡൈവിംഗ് നടത്താം. നീന്തൽ അറിയുന്നവർ നീന്തരുത് എന്നാണ് പരിശീലകർ നൽകുന്ന നിർദ്ദേശം. സ്കൂബ ഡൈവിങ്ങിന് മുമ്പേ തന്നെ സഞ്ചാരികൾക്ക് പരിശീലകർ മാർഗനിർദ്ദേശങ്ങളും പരിശീലനവും നൽകും. 7 മുതൽ 9 വരെ മീറ്റർ മാത്രം ആഴമുള്ള വളരെ തെളിഞ്ഞ കടലിലാണ്, സമുദ്രത്തിലാണ് സ്കൂബ ഡൈവിംഗ്. പുറത്ത് ഘടിപ്പിച്ചിരിക്കുന്ന സിലിണ്ടറിൽ നിന്ന് വായിലൂടെയാണ് ശ്വാസോച്ഛ്വാസം. മൂക്കിലൂടെ ശ്വസിക്കാനാവില്ല. കടലിനടിയിൽ ആശയവിനിമയത്തിന് ആംഗ്യഭാഷ മാത്രമാണ് ആശ്രയം. ഗംഭീരമായ അനുഭവങ്ങളുമായി കടലിനു മുകളിലേക്ക്. കിറ്റും മാസ്കുമെല്ലാം മാറ്റിയപ്പോൾ വിസ്മയക്കാഴ്ചകളുടെ ആനന്ദച്ചിരി. ഇതാ നോക്കൂ, ഐ ആം ഓക്കെ എന്ന മുദ്രയാണിത്. സ്കൂബ ഡൈവിങ്ങിനുള്ള മാർഗനിർദ്ദേശങ്ങളും പരിശീലനങ്ങളുമെല്ലാം ഈ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് മുഖ്യ പരിശീലകൻ നൽകുന്നതായി നമുക്ക് കാണാം. മുൻ ഫോട്ടോ ജേർണലിസ്റ്റും ബിൽഡറുമായ സാബു ആണ് ഇപ്പോൾ കടലിലേക്ക് ഇറങ്ങുന്നത്. ആവശ്യമായ ഓക്സിജൻ വായിലൂടെ ശ്വാസകോശത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് കുമിളകൾ ഉണ്ടാകുന്നത്. അഗത്തിയിലെ തീരത്തു നിന്ന് 9 കിലോമീറ്റർ അകലെയാണ് സ്കൂബ ഡൈവിങ്ങിനുള്ള ലഗൂൺ. തൃശ്ശൂരിൽ നിന്നുള്ള ഡോക്ടർ ദമ്പതിമാരാണിവർ. സ്കൂബ ഡൈവിങ്ങിനായി ബോട്ടിൽ 10-12 പേരെയാണ് കൊണ്ടുപോകുക. ബോട്ടിൽ 3 പരിശീലകരും ഒരു വീഡിയോഗ്രാഫറും ഉണ്ടാകും. ഒരേ സമയം 3 പേരെ കടലിലിറക്കി സ്കൂബ ഡൈവിംഗ് നടത്തുകയാണ് പതിവ്. കടലിനടിയിലെ കാഴ്ചകളുടെ വീഡിയോയും ഫോട്ടോയും ഈ വീഡിയോഗ്രാഫർ സഞ്ചാരികൾക്ക് നൽകും. ഇതിനെല്ലാം അടക്കം 3500 രൂപയാണ് 2025 നിരക്ക്. ഞങ്ങളുടെ ബോട്ടിലുണ്ടായിരുന്ന ഡോക്ടർ ടോണി വെമ്പേനി എന്ന കാർഡിയോളജിസ്റ്റ് ഇതാ സ്കൂബ ഡൈവിങ്ങിനായി സമുദ്രത്തിലേക്ക് ഇറങ്ങുകയാണ്. കണ്ണിലേക്കും മൂക്കിലേക്കും വെള്ളം കടക്കാത്ത വിധത്തിലുള്ള മാസ്ക് ധരിപ്പിച്ച് വായിലൂടെ ശ്വസിക്കാനുള്ള എയർ കിറ്റ് സജ്ജമാക്കി പരിശീലകർ അദ്ദേഹത്തെ കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾ കാണാൻ കൂട്ടിക്കൊണ്ടുപോകുകയാണ്.
അഗത്തിയിലെ ഈ ബീച്ചിൽ നിന്നാണ് സ്കൂബ ഡൈവിങ്ങിനുള്ള യാത്ര ആരംഭിക്കുന്നത്. സമുദ്രത്തിൽ കയാക്കിംഗ് നടത്താനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. സ്കൂബ ഡൈവിങ്ങിന് പോകുന്നവർ ഇവിടെയുള്ള നിർദ്ദിഷ്ട ഫോം പൂരിപ്പിച്ചു നൽകണം. ഡൈവിങ്ങിന് പോകുന്നവർക്ക് ശ്വസിക്കാനുള്ള വായു നിറച്ച കിറ്റാണിത്. സ്കൂബ ഡൈവിങ്ങിനായി ഒരു സംഘം യാത്രക്കാരെ ഇതാ ബോട്ടിൽ കയറ്റി കൊണ്ടുപോകുകയാണ്. സ്കൂബ ഡൈവിങ്ങിന് എത്തിയ സഞ്ചാരികൾക്ക് മുഖ്യ പരിശീലകൻ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കേൾക്കാം. This is the regulator which you are breathing. So there is a mouthpiece on it and a biting pad. So you will be wearing a mask which will be covering your eyes and noses. So you could only breathe through mouth only. And this is the regulator which provides you the air. You have to bite this biting pad with your teeth, and your lips should be sealed around this mouthpiece like an oval shape. So water won't get inside. So don't try to smile in front of the camera, okay? If you try to smile, water may get inside. In case water gets inside, there is a purge button in the center of the regulator. Just purge it, everything will be cleared out. If you want to spit, if you want to cough, okay, you can cough and spit through this regulator. No matter whatever it is, you can just press it, everything will be cleared out. To breathe, it's a demand valve system. It means if you suck the air only, you will be getting the breath. It won't give you air continuously, okay? So you have to breathe in, breathe out, breathe in, breathe out. Okay, you have to breathe continuously in and out through the mouth, not through the nose, because you will be wearing a mask. While going down, you might feel some pressure difference. The same pressure difference when the plane goes up and down. So you all came through flight, isn't it? When the plane goes up and down, you will feel some pressure inside your ear, isn't it? Something is closing off. Okay, the same thing while here going down, you will feel. Okay, so while going down, you will feel some pressure inside your ears. It might feel you discomfortable. Okay, to become comfortable, you have to do the equalization method to become comfortable. Okay, so you have to pinch your nose and try to exhale through the blocked nose, so you could feel some pop or squeeze inside your ears. Everybody just try to do it. Everybody just try to pinch your nose by holding it. Okay, block these both airways. You should not release the hand. Okay, you have to block your nose. Try to exhale through the blocked nose, so you could feel some pop or squeeze inside your ear, like something is coming off. You're getting that thing the both side or one side? Both side. So this will be the okay signal. So I'll be holding on your kit, and I'll be always behind you, not in front of you. Okay, I'll be always behind you. You could not see me because you will be wearing a mask, so you will only see this much only. Okay, rest of things you won't see. The guide will be holding on your kit, and they'll be always behind you and asking you that, are you okay, in front of your face. If you are okay, you have to answer me that I am okay, and if you are not okay, you have to answer me that I am not okay. So if I am asking you okay, if you are okay, what you have to say? Okay. I am okay. Okay, you should not show the up sign. You have to show in front of your face, so we could see. Okay, so the person who is behind you could see that you are responding. Okay, that's how you are checking that you are alive or not. Same itself, you have to just show I want to go down, so I could take you down. Okay, so if you don't want to go more down, just tell. If you are having you to equalize, okay, this is the hand signal for equalization. Okay, this is the fifth hand signal, equalization. If we are telling you this hand signal, it means you have to pinch your nose and try to equalize. So you will be wearing a life jacket. We will be entering through a ladder. Okay, so this scuba gear you will be wearing in the water only. So you have to climb down to the ladder, hold on the ladder, and the water level should be here. You have to bend your knees and try to sit in the ladder. So what will be here? So they could put it. Otherwise, this kit might weighs about 220 kilos. Okay, so you don't want to put all the weights on the tank. Okay, on your shoulders. Okay, so you have to just be relaxed and try to be in the water. The guide will be helping you to get up and everything. Can you please repeat? So you place in your mouth like an a, e, u method. At the e sound, you have to bite with your teeth. At the u sound, your lip should be sealed around this mouthpiece. Okay, so don't try to smile. If you smile, I will show you. The sealing will be broken. Okay, a, e, u. See, if I smile, the seal would be broken. There is a chance of water getting inside your mouth. Okay, in case water gets inside, just part.
symbol. Okay, so I'll show you how to breathe. Okay, Don't sim. try to Don't sim. Okay, അതാണ്. because swimming is for the guide will be taking you. The guide will be telling you to okay. The guide will be telling we are going down. Are you okay? If you are okay, you have to tell me that I am okay to go for down. If you show, they will be taking you down. You will be in a horizontal position only. Okay, like a sleeping position. Okay, the same thing what you done in the snorkeling. The same position, but your hands, your knees and hip should not bend. It should be straight, but in a horizontal position. The corals are very hard and sharp. It might could injure your legs. We are not bothered about your legs. We are bothered about the corals. Okay. If you try to kick with your legs, the corals will be broken. Hands near your chest. Don't try to spread your hands. Okay. Okay. Hands near your chest. Legs keep together. So don't try to touch any of the corals. Don't try to catch any of the fishes because you are going for scuba diving, not for the fishing. Okay. Not okay. Up. Down. Equalize. Expand at the surface, the more you get stressed. Once you get into the water only, you will be fine. ഡോക്ടർ ടോണി അടക്കമുള്ള ഡോക്ടർ ദമ്പതികൾ കയാക്കിങ്ങിന് പോകാനുള്ള ഒരുക്കത്തിലാണ്. എങ്ങനെയാണ് തുഴയേണ്ടത് എന്ന മാർഗനിർദ്ദേശം നൽകുകയാണ് ഇദ്ദേഹം. വലതുവശത്തേക്ക് തിരിയാൻ ഇടതുവശത്താണ് തുഴയേണ്ടത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടെ കയാക്കിംഗ് നടത്തിയ സാബുവിനും പത്നിക്കും എങ്ങനെ തുഴയണമെന്ന മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചു.